ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കുട്ടികൾക്ക് സംഭവിക്കുന്ന ഡെന്റൽ ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ കുട്ടിക്ക് കളിക്കിടയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വീഴ്ചയിൽ പല്ല് പൊട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? 50% കുട്ടികൾക്കും 12 വയസ്സാകുമ്പോഴേക്കും പല്ലിന് ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റുന്നതായിട്ട് കണ്ടുവരും. ഏതെങ്കിലും വീഴ്ച അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തേത്, സ്റ്റേ കാം ആൻഡ് റീഅഷ്യൂർ യുവർ ചൈൽഡ്. നമ്മൾ പാനിക് ആയാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ കുട്ടിയും പാനിക് ആകും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് മുറിവ് കഴുകുക എന്നുള്ളതാണ്. ആ ഏരിയ വളരെ ക്ലീൻ ആയി നിലനിൽക്കും. മൂന്നാമത് ചെയ്യേണ്ടത് കൺട്രോൾ ദ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് നീറ്റായ തുണിയോ അല്ലെങ്കിൽ ഗോത്തോ ഉപയോഗിച്ചാണ്. കോട്ടൺ പഞ്ഞി ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല. കാരണം കോട്ടൺ സ്ട്രാൻഡ്സ് ചിലപ്പോൾ ആ മുറിവിന്റെ ഏരിയയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ല, നിങ്ങളുടെ കയ്യിൽ പഞ്ഞി മാത്രമേ ഉള്ളൂ എങ്കിൽ നല്ല വെള്ളത്തിൽ അതിനെ മുക്കി പിഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഏരിയയിൽ അപ്ലൈ ചെയ്യുക. 4-5 മിനിറ്റ് നേരത്തേക്ക് ആ മുറിഞ്ഞ സ്ഥലത്തേക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് വേണം ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ. നാലാമതാണ് പല്ലിന്റെ കാര്യം. ലൂസായ പല്ലോ അല്ലെങ്കിൽ സ്ഥാനമാറ്റം സംഭവിച്ച പല്ലോ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പല്ല് അതിന്റെ സോക്കറ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഡെന്റൽ OPയിൽ കാണിക്കുക. പല്ല് ഫുള്ളായിട്ട് സോക്കറ്റിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം പല്ലിനെ വെറുതെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ റണ്ണിങ് വാട്ടർ, ഗ്ലാസ് എന്നീ പദങ്ങൾ ഉപയോഗിച്ചത് എന്തുകൊണ്ടെന്നാൽ താഴെ വീണ പല്ലല്ലേ, അതുകൊണ്ട് എടുത്തൊന്ന് നന്നായി കഴുകി കളയാം എന്ന് വിചാരിച്ച് ഒരിക്കലും സ്ക്രബ് ചെയ്ത് പല്ലിനെ കഴുകരുത്. അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിലിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകാൻ പാടുള്ളൂ. ഇനി ഈ റണ്ണിങ് വാട്ടറിൽ കഴുകിയ പല്ലിനെ നിങ്ങൾ തണുത്ത പാലിലോ അല്ലെങ്കിൽ കുട്ടിയുടെ തന്നെ സ്വന്തം ഉമിനീര്, അതായത് നാവിന്റെ അടിഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് ഡെന്റൽ OPയിൽ എത്താവുന്നതാണ്. ബ്രോക്കൺ ടൂത്ത് ആണെങ്കിൽ, പല്ല് പൊട്ടിയതാണെങ്കിൽ ആ പല്ല് എങ്ങനെയാണോ അതിന്റെ പൊട്ടൽ, അതിനനുസരിച്ച് നിങ്ങളുടെ ഡെന്റിസ്റ്റിന് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ മാത്രമേ റീകൺസ്ട്രക്ട് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ റൂട്ട് കനാൽ പോലത്തെ കുട്ടികളിൽ ചെയ്യുന്ന പൾപെക്ടമി പ്രൊസീജിയർ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതാണ്. പ്രോംപ്റ്റായ ഒരു പ്രൊഫഷണൽ ആൻഡ് കറക്റ്റ് കെയർ കൊടുക്കുകയാണെങ്കിൽ എത്ര വലുതാണെങ്കിലും പല്ലിന്റെ കോംപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ നമ്പർ സേവ് ചെയ്യുക ആൻഡ് സ്റ്റേ പ്രിപ്പയർഡ് ടു ആക്ട്.